ഹായ് ഗായ്സ്, ദ ദൊപ്പം ഈസ് റെഡി. ഇതാണ് ദൊപ്പം. മനസ്സിലായില്ലേ? മനസ്സിലാവണമെങ്കിൽ വീഡിയോ ഫുള്ള് കാണണം, കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ് എല്ലാവരും കാണണേ. അപ്പോൾ ഇതെന്താണെന്ന് കാണണമെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടാലേ മനസ്സിലാവും. ഹലോ, അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറേ ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് ചിന്തിക്കുമ്പോൾ വണ്ടി പോയി തീർന്നിട്ട് ബാക്കി പറയാം. ഇവിടെ എപ്പോഴും ഇൻ്റർലോക്ക് വന്നതിന് ശേഷം എപ്പോഴും വണ്ടി പോകും. അൺസൈറ്റബിൾ. എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെയാണ് മടി. നഖത്തിൻ്റെ ഇടയിൽ വരെ മടിയെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്ന് വിചാരിച്ചു. ചായ കുടിച്ചോ? അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ഇപ്പോൾ പല്ല് തേച്ച് ചായ കയ്യിലെടുത്ത് ടോയ്ലറ്റിൽ പോയി ചായ കയ്യിലെടുത്ത്. അപ്പോൾ ഉമ്മ രാവിലെ തൊഴിലുറപ്പിന് പോയപ്പം അരിയൊക്കെ അടുപ്പിലിട്ടിട്ട് പോയി. ഇനി അതിനൊക്കെ അരി നമ്മളിവിടെ തിരുവനന്തപുരം ജില്ലയിൽ വടിക്കുക എന്നാണ് പറയുന്നത്. ഈ എന്താ പറയുക, വാർക്കുന്നതിന് നമ്മൾ അരി വടിക്കണം എന്നാണ് പറയുന്നത്. അപ്പം അതിന് ഇനി വടിക്കാൻ വെക്കണം. പിന്നെ കുഞ്ഞു എൻ്റെ കൂടെ എഴുന്നേറ്റ് വന്ന് മൊബൈൽ കൊടുക്കാത്തതുകൊണ്ട് അവൻ പിണങ്ങി എങ്ങോട്ടല്ല കടപ്പുറത്ത് കളിക്കാൻ പോയി കാണും. എനിക്ക് അവൻ്റെ പുറകെ നടക്കാൻ വയ്യ. പാത്തൂട്ടി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. 9:30 ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദോശപ്പം അല്ലെങ്കിൽ ദൊപ്പം എന്നൊക്കെ പറയാം. അതായത് ദോശയുടെ ദോയും അപ്പത്തിൻ്റെ പമ്മും കൂടെ എടുത്തിട്ട് ദൊപ്പം. കാര്യം ദോശക്കല്ലിലാണ് അപ്പത്തിൻ്റെ മാവ് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ദോശക്കല്ലിലാണ് ചുടുന്നത്. കാര്യം എനിക്ക് അപ്പച്ചട്ടി എടുത്തിട്ട് ശനിയാഴ്ചയല്ലേ, സ്കൂളില്ല, മടിയെന്ന് പറഞ്ഞ ഇതുപോലത്തെ ഒരു മടിച്ച് വേറെ ഇല്ല. അപ്പം എനിക്ക് ഈ അപ്പച്ചട്ടിയിട്ട് ഇങ്ങനെ കറക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ ദോശക്കല്ലിൽ ദൊപ്പം ചുടാൻ പോവുകയാണ്. അപ്പം ഞാൻ ദൊപ്പം ചുട്ട് ചമ്മന്തിക്കറിയും വെക്കുന്നതിൻ്റെ ഇടയിൽ ബാക്കിയെടുക്കാം. ഓക്കെ. മടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ഉണ്ട് മടി. നോക്കിക്ക്, പാത്രം കഴുകിയിട്ടിതാ നമ്മുടെ സിങ്കിൽ വെള്ളം ബ്ലോക്ക് ആയതുകൊണ്ട് ഇതുപോലെ എടുത്ത് കളയുകയാണ് ചെയ്യണത്. ഇവിടെയൊക്കെ ഇങ്ങനെയല്ല കിടക്കണത്. ഈ പാത്രങ്ങളെല്ലാം അടുക്കി സ്ലാബ് ഞാൻ തുടച്ചിടും. പക്ഷെ ഇന്ന് എന്താ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊക്കെ മാറും. ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് എഴുന്നേൽക്കുമ്പോൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ദൊപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ദോശക്കല്ല് എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഒരു മാവ് കോരി ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ പരത്തണം. ഒരു ശക്കല പരത്താം. എന്നിട്ട് നമ്മൾ അപ്പത്തിന് അടച്ചു വയ്ക്കും പോലെ ഇങ്ങനെ അടയ്ക്കണം. ലൈഫ് എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ അയിലയാണ്. കണ്ട, നമ്മുടെ ഇവിടെ ഹാർബറിൽ ഇപ്പോൾ ഇഷ്ടം പോലെ അയിലയുണ്ട്. ഇപ്പം എൻ്റെ ഇവിടെ മുതൽപ്പൊടി ഹാർബർ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ കർക്കിടക മാസത്തിൽ മീനൊന്നും ഇല്ല. അതിപ്പോൾ കർക്കിടകമൊക്കെ തീരാറായല്ലോ. ഇപ്പോൾ ഇഷ്ടം പോലെ മീനുണ്ട്, അയിലയും നൊത്തോലിയുണ്ട്. അപ്പം ഈ റീൽസിലൊക്കെ ഈ കപ്പയും അയില മുളക് കറിയും വെക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് അയില കിട്ടിയത്. അപ്പോൾ വിചാരിച്ച് ഇന്ന് ഈ മുളക് ഇട്ടതും കപ്പയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് അതാണ് സ്പെഷ്യൽ. പിന്നെ മോര് കറി ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെയാണ് സ്പെഷ്യൽ. അതുകൊണ്ട് കൂടിയിട്ടാണ് പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ തീരുമാനം. മൈ ദൊപ്പം ഈസ് റെഡി. വാവ്, കണ്ട ഇതുപോലെ ഇരിക്കും. പക്ഷേ നടുക്ക് വെന്തിട്ടില്ല. കുറച്ചുകൂടെ ആവട്ടെ. ഗൈസ്, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ വിളിക്കാതെ പാത്തൂട്ടി ഉറക്കുന്നത് എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ അവിടെ പല്ല് തേപ്പ് പരിപാടിയിലൊക്കെയാണ്. ഓ അയ്യോ. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ദൊപ്പം റെഡിയായി. അപ്പം ദോശക്കല്ലിൽ വെച്ച് ചുട്ടതുകൊണ്ട്, അപ്പത്തിൻ്റെ മാവ് ദോശക്കല്ലിൽ വെച്ച് ചുട്ടതുകൊണ്ട് നമ്മളിതിനെ ദൊപ്പം എന്ന് വിളിക്കും. അപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. എനിക്കും പാത്തൂട്ടിക്കും കുഞ്ഞുവിന് മാത്രം. ഉമ്മ തൊഴിലുറപ്പിന് പോയി. അതുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രം ഇത്തിരി ഉണ്ടാക്കി ഉമ്മ ഇനി ഉച്ചയ്ക്ക് വരുള്ളൂ. ബാക്കി മാവ് ദേ ഇരിപ്പുണ്ട്. ഇനി ഇതിനെ വേറൊരു പാത്രത്തിലാക്കി, അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ തന്നെ ഒന്ന് തുടച്ചിട്ട് ഇതിനെ ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ ദൊപ്പം വെന്തുടനെ കുഞ്ഞു എവിടെ നിന്നാണ് പാഞ്ഞു വന്നു, അവന് വിശക്കണം എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ അവൻ കൃത്യമായിട്ട് വീട്ടിൽ വരും. അപ്പോൾ അവന് കൊടുത്ത് ചമ്മന്തിക്കറിയാണ് കേട്ടോ വെച്ചത് കോമ്പിനേഷനായിട്ട്. പിന്നെ ആസിഫും ആദിലും അവനെ വിളിക്കാൻ വന്ന് നിൽപ്പുണ്ടായിരുന്നു. പാത്തൂട്ടി ഇവിടെ ഇരുന്ന് കഴിച്ചു. 2 അടുത്ത് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് 2 വന്നില്ല. കാരണം 2 കളിക്കാൻ പോകണമായിരുന്നു. അയലക്കുട്ടന്മാരെയൊക്കെ വൃത്തിയാക്കി. പിന്നെ വേറെ 2-3 ഐറ്റം മീനുണ്ടായിരുന്നു. പാര, കൊഴിയാള, അതിനൊക്കെ പൊരിക്കാൻ എടുത്തിട്ടോ. കറി വെക്കാൻ അയില മാത്രം മതിയെന്ന് വെച്ചു. അപ്പോൾ ഞാൻ സെൽഫായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പാത്തൂട്ടിയാണെങ്കിൽ എൻ്റെ അടുത്ത് എന്തോ കാര്യത്തിന് പിണങ്ങിയിരിക്കുന്നു. ഈച്ചയൊക്കെ വന്നിരിക്കുന്ന ആരും നോക്കണ്ട, ഒന്നുകൂടെ കഴുകിയിട്ടേ ഞാൻ കറി വെക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അതൊന്നും ആരും കമൻറ്റായിട്ട് എടുത്ത് പറയണ്ട. അപ്പോൾ അതാ മസാല വെട്ടി വെച്ചിട്ടുണ്ട്, മീനൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മീനൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ട് ഈ കയ്യിൽ സ്മെല്ല് പോകാത്തതുണ്ടെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ മീൻ വൃത്തിയാക്കുന്നതിന് മുമ്പ് തുണി സർഫിലിട്ട് വെക്കണം. എന്നിട്ട് മീൻ വൃത്തിയാക്കിയിട്ട് പോയി ആ തുണി കഴുകിയിട്ടിട്ട് കുളിച്ചാൽ നിങ്ങളുടെ തൊട്ടും മീനിൻ്റെ സ്മെല്ല് ഉണ്ടാവില്ല. അല്ലാതെ നമ്മളിനി എത്രയൊക്കെ കഴിയുമെന്ന് പറഞ്ഞാൽ കുളിച്ചിട്ട് മീൻ വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ സ്മെല്ല് പോകത്തില്ല. അപ്പോൾ ഇനി ഞാൻ ഇതിനെ അടുപ്പിലാക്കട്ടെ. കുറേ തുണി കഴുകാനുണ്ടായിരുന്നു. വീക്കെൻഡ് ആണല്ലോ. അപ്പോൾ കുട്ടികളുടെ യൂണിഫോം ഒക്കെ ഉണ്ടായിരുന്നു കഴുകാൻ. അതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്ത മുഴുവൻ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ വീഡിയോ എടുക്കുന്നത്. ക്യാമറ പിടിച്ചാൽ ആരും ഇല്ലാത്തതുകൊണ്ട് എന്നെക്കൊണ്ട് അത്രയൊക്കെ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഷാപ്പിലെ കറി സ്റ്റൈലിലാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കിയത്. അടിപൊളിയായിരുന്നു അയലക്കറി. എൻ്റെ കുഞ്ഞു സാധാരണ ഇങ്ങനെ കളർ ചെന്ന കറി കഴിക്കൂല, എരിയെന്നും പറഞ്ഞിട്ട് അവൻ കരയും. പക്ഷേ അവൻ കറി കഴിച്ചു നോക്കിയിട്ട് അവൻ ഉമ്മച്ചി എരിവൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, പൊളി എന്ന് പറഞ്ഞ് അവൻ കഴിച്ച് തീരുന്നവരെ കൈ ഇങ്ങനെ 2 വിരൽ ഇങ്ങനെ വെച്ച് കുലുക്കി
മുക്കി കുളിക്കാനിരുന്നത്. അപ്പോൾ പാത്തൂട്ടിക്കാണെങ്കിൽ പിന്നെ കപ്പയെന്ന് പറഞ്ഞാൽ അവൾക്ക് പ്രാന്താണ്. അവൾക്ക് കപ്പയും മുളകും മീൻ പൊരിച്ചതും പിന്നെ ഏറ്റവും അവൾക്ക് സ്പെഷ്യലി മോരുകറിയാണ്. അപ്പോൾ മോരുകറിയിൽ ഞാനിന്ന് വെള്ളരിക്കയും കൂടെ ഇട്ട് വേവിച്ചിട്ടാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അതേ തല ഇരിക്കുന്നുണ്ടല്ലേ, കറക്റ്റ് ഷാപ്പിലക്കറിയും നാവിൽ രുചിയായിരുന്നു. വേണമെങ്കിൽ ഒരു തലക്കറി എന്നും കൂടെ പറയാം. ഞാൻ അയലയുടെ 3-4 തല എടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേത് പൊരിക്കാൻ എടുത്തത് കൊണ്ട് ഇത് കറി വയ്ക്കാൻ വേണ്ടി എടുത്തു. പിന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നു ഗൈസ്. എൻ്റെ അമ്മോ ഒരു പിടിച്ച് ഉച്ചയ്ക്ക് പൊളിയായിരുന്നു. ഇപ്പോഴും വായിൽ വെള്ളം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തുണി നനയ്ക്കാനും പിടിക്കാനും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ കൊറിയർ വാങ്ങിക്കാൻ പോകുന്ന വീഡിയോ എടുത്തില്ല. കാര്യം എൻ്റെ കോലം അത്രയ്ക്ക് മോശമായിരുന്നു. പക്ഷേ നമുക്ക് വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് തരും കേട്ടോ. മുമ്പൊക്കെ റോട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വീടിൻ്റെ വാതിലിൽ കൊണ്ട് തന്നതുകൊണ്ട് ആ കൊല്ലത്തിൽ ഞാൻ പോയി വാങ്ങിച്ചു കൊറിയർ. അപ്പോൾ ഈ റെനി എന്ന് പറയുന്ന ഈ ഒരു സാധനം ഞാനൊരു റെനിയുടെ ഇൻസ്റ്റാ പേജിൽ നിന്ന് ഞാൻ ഒരു സൺസ്ക്രീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ്, നല്ല റേറ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം പാത്തൂട്ടി അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അവൾ വന്നപ്പോഴേ പറഞ്ഞ് അവൾ തന്നെ അൺബോക്സിങ് ചെയ്യുമെന്ന്, കുഞ്ഞിനെ കൊണ്ട് ചെയ്യിച്ചാൽ എന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിരുന്നു. അപ്പം അവളെ കൊണ്ട് തന്നെ പെൺകുട്ടികളാണല്ലോ ഒത്തിരി കോസ്മെറ്റിക്സ് പരമായിട്ടൊക്കെ കുറച്ച് ഇത്തിരി ഇതൊക്കെ ഉള്ളത്. അപ്പോൾ അവളെ പൊട്ടിക്കുകയാണ് ഗൈസ്. പെട്ടെന്ന് നമ്മൾ കത്രിയൊന്നും എടുക്കാൻ നിൽക്കില്ല കേട്ടോ അൺബോക്സ് ചെയ്യാൻ. നമ്മളെ കൈയാണ് ആയതല്ലേ. വാ, ഇത് പാസ്പോർട്ട് വന്ന പോലെ ഇരിക്കണില്ലേ. ഓ നല്ല പാക്കിംഗ് അല്ലേ. ബ്രാൻഡഡ് ആണ്, അതാണ് പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ അത്രയും നല്ല സാധനം കിട്ടും. കാണിച്ചേ. അയ്യോ കൊള്ളാം അല്ലേ. നമ്മളിപ്പോൾ കൊടുത്ത പൈസയ്ക്ക് നല്ല വർത്തായിട്ടുള്ള അല്ലേ. 300 രൂപയാണ് ഗൈസ് ഇതിൻ്റെ വില. കാണിച്ചേ കണ്ട. സൺസ്ക്രീൻ സാധാരണ 375, 400 രൂപയ്ക്ക് 555 രൂപയ്ക്കാണ് ഒരു സൺസ്ക്രീൻ്റെ വില. ഇത് SPF 70 ഉണ്ട്, പിന്നെ കുറേ PA++ കുറേ ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഒക്കെ ആണെന്നാണ് കണ്ടത്. എന്തായാലും ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാവേ. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തിടാതെ എന്താ അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് മുഖത്തിട്ടിട്ടുണ്ട്. ഇട്ടതും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഇത്ര പെട്ടെന്ന് അബ്സോർബ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിൽ PA++ ഇല്ല ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. ഇതിൽ SPF 70 ഉണ്ട്, 3% മൾട്ടിവിറ്റമിൻസ് ഉണ്ട്, 2% പെപ്റ്റൈഡ് ഉണ്ട്, 2% നയാസിനമൈഡ് ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. എന്തായാലും സംഭവം ഒരു വൈറ്റ് കാസ്റ്റിംഗ് എന്നൊരു സാധനമില്ല. ഇട്ട് തീർന്ന് മുഖത്തിട്ട് അപ്പം തന്നെ മുഖത്ത് പിടിച്ചതാ. ഓയിലി ഒന്നുമില്ല, പെട്ടെന്ന് അടിപൊളിയായിട്ടാണ്, പെട്ടെന്ന് അബ്സോർബായി. അപ്പം ആഹാരം കഴിച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ക്ഷീണം വരുന്നുണ്ട്. കുറേ തുണികൾ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ എൻഡിങ് ഒരു ഭയങ്കര ഒരു കാര്യം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഭയങ്കര കാര്യം എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര സംഭവമാണ്. അപ്പം അതിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഇടയ്ക്കുള്ളതൊക്കെ നമ്മൾ കാണിക്കാം, അതിൻ്റെ വഴിയെ കാണിക്കാം. അപ്പം ഇതിൻ്റെ എൻഡിങ് പൊളിയായിരിക്കും. നമ്മളിന്നൊരു ട്രെൻഡ് റീല് വെച്ചിട്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത് അല്ലേ കളെ. അപ്പം കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് ബാക്കി എടുക്കാം ഗൈസ്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണ്. ഇപ്പോൾ ഇൻസ്റ്റയിൽ ഭയങ്കരമായിട്ട് റീല് വൈറലായിക്കൊണ്ടിരിക്കുന്ന മറ്റേ കുപ്പിയിൽ ഇങ്ങനെ ഹോൾസ് ഇട്ടിട്ട് ഞെക്കി പിടിച്ചിട്ട് മഴ വെറുതെ ആ വീഡിയോ എടുക്കാൻ വേണ്ടി പാത്തുകൂട്ടി ഇവിടെ കുറേ നേരമായിട്ട് കുറേയൊക്കെ ഹോള് ഇട്ടല്ലേ ഒക്കെ നമുക്ക് കുറേ ഇട്ട്. അപ്പോൾ ഇനി രാത്രി നമ്മളിത് എടുക്കാൻ പോവും. അതാണ് നമ്മുടെ വൈൻഡ് അപ്പ് വ്ളോഗിൻ്റെ. പാത്തുട്ടി അവിടെ ഹോളിടട്ടെ, എനിക്കിവിടെ വേറെ അപ്പോൾ ഞാനിവിടെ ഉള്ളിവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എടാ എൻ്റെ ഉള്ളിവട ഇങ്ങനെ തന്നെ ഷേപ്പൊന്നും കാണില്ല. നിങ്ങൾ എൻ്റെ ഉള്ളിവടയ്ക്ക് ഗ്ലാമറല്ലെന്നൊന്നും പറയരുത്. തിന്നുവാൻ രുചിയാണ്, എനിക്ക് അത്രയും മതി. ഇനി വയറ്റിലോട്ട് എല്ലാം ചവച്ചരച്ചിട്ടേ തിന്നണത്, ഷേപ്പൊന്നും വേണ്ട. ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് മൂടുണ്ടെങ്കിൽ ഞാൻ ഈ വാഴയ്ക്കൊപ്പം ഉള്ളിവട ഇങ്ങനെയുള്ള സാധനം, വാഴയ്ക്കൊപ്പം മീൻസ് പഴംപൊരി, ഇതൊന്നും ഞാൻ കടയിൽ നിന്ന് വാങ്ങാറില്ല. ഞാൻ കുട്ടികൾക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. ഉഴുന്നുവട, പരിപ്പുവട എല്ലാം ഉണ്ടാക്കും. ഇങ്ങനെയുള്ള പിന്നെ വീട്ടിലുണ്ടാക്കി കൊടുക്കാറാണ് ചെയ്യുന്നത്. മടിയാണെങ്കിൽ ഒരു 10-40 രൂപ മുടക്കി കടയിൽ നിന്ന് വാങ്ങിക്കും. വല്ലപ്പോഴും ഒക്കെ ഒന്ന് കടയിൽ നിന്നൊന്നും അത്ര വലിയ തെറ്റല്ലല്ലോ അല്ലേ. ഒരു ഉള്ളിവട ഉണ്ടാക്കിയിട്ട് അത് ചായയുടെ കൂടെ കഴിക്കാനുള്ള സാവകാശം പോലും എനിക്ക് തന്നില്ല. അടുപ്പെന്ന് ഉറക്കിക്കൊണ്ട് വെച്ച് ഇതിനാണ് അടുപ്പെന്ന്. കൊള്ളാമോ ഗൈസ്? അപ്പം നമ്മൾ മറ്റേ ഇൻസ്റ്റഗ്രാമിലെ ട്രെൻഡിങ് വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്നുകിൽ നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള പാർക്കിൻ്റെ അവിടെ പോയിട്ടെടുക്കും. അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മുമ്പ് വെച്ചാണ് അത് എടുക്കാനുള്ളത്. അപ്പോഴാണ് ഭംഗി. അപ്പോൾ അതാ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് പാവാടയൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. ഞാനും പാത്തുട്ടിയും. പാവാട ഇട്ടാലേ ആ വീഡിയോയ്ക്ക് ഭംഗിയുള്ളൂ. നമ്മളിങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും നല്ല രസം വേണമെങ്കിൽ പാവാട വേണം. അപ്പോൾ നമ്മൾ പോയി എടുത്തിട്ട് വരാം. ട്രെൻഡിങ് വീഡിയോ എടുത്ത് നമ്മൾ 3 പേര് കുളിച്ച് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഇടവഴിയിൽ വന്നിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. അവിടെ റോഡായി. അങ്ങനെ വീഡിയോ എടുത്ത് കഴിഞ്ഞ് നമ്മൾ 3 പേരും കുളിച്ചതാ. കുപ്പി ഞാണങ്ങി. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വൈൻഡപ്പാണ്. അപ്പോൾ ഇനി പോയിട്ട് ഞങ്ങൾ ദോശ ഉണ്ടാക്കണം. ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങും ഗൈസ്. അപ്പം ടാറ്റാ ബൈ ബൈ.